ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ബ്ലൂബെറി മഫിനാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ഫ്രൂട്ട് ഫില്ലിംഗ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഫ്രൂട്ട് ഫില്ലിങ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ബട്ടർ, ഒരു മുട്ട, ഒരു 1/4 കപ്പ് ബട്ടർ മിൽക്ക്. ബട്ടർ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. ബട്ടറിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ബട്ടർ 1/2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1/4 കപ്പ് മൈദ, 1/4 കപ്പ് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരല്പം ഉപ്പും കൂടി വേണം കേട്ടോ. ഒരു പിഞ്ചുപ്പ് നമ്മുടെ കൈ കൊണ്ടൊന്ന് ഇട്ടാൽ മതി, അത്രയും മതി. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ബട്ടർ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നര ടേബിൾ സ്പൂണാണ് ബട്ടർ നമ്മൾ എടുത്തേക്കുന്നത്. വളരെ കുറച്ച് അളവേ ഉള്ളൂ. പഞ്ചസാര ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷുഗർ അതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതുപോലെ അല്പം തിക്കായിട്ടേ നമുക്ക് കിട്ടുള്ളൂ, കാരണം അത്രയും ചെറിയ അളവ് നമ്മൾ ബട്ടർ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് എഗ്ഗ് ഇട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഈ എഗ്ഗ് ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊന്നങ്ങ് ലൂസായി കിട്ടിക്കോളും. ഒരു മുട്ട നമുക്കതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ബ്ലൂബെറി മഫിൻ ഉണ്ടാക്കാനായിട്ട്. വേഗം തീരും. വളരെ സോഫ്റ്റും വളരെ നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു മഫിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്കും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ബീറ്റ് ചെയ്യണം. മറ്റേ എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് അത് മിക്സ് ചെയ്തത് ലാസ്റ്റ് അവസാനമാണ് നമ്മളത് മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഈ എഗ് മിക്സറിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, വേഗം മിക്സ് ചെയ്യരുത്. പല പ്രാവശ്യമായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. ഓരോ പ്രാവശ്യം ആഡ് ചെയ്ത് കഴിയുമ്പോഴും കുറച്ച് ബട്ടർ മിൽക്കും കൂടെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി മുഴുവൻ ബട്ടർ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് അല്പം തിക്കായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടും. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷ്. ബ്ലൂബെറി ക്രഷ് അല്ല, ബ്ലൂബെറി ഫ്രൂട്ട് ഫില്ലിംഗ് ആട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. നമുക്ക് കേക്കിനൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഫ്രൂട്ട് ഫില്ലിംഗ് ഇല്ലേ, അത് സെയിം ആണ്. അത് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫ്രൂട്ട്സ് കിട്ടാനുണ്ടായില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഫ്രൂട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ തന്നെ ചേർക്കാം. സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ബേക്ക് ചെയ്തെടുക്കാം. ഒരു 160 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ആണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മഫിനും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റും ആയിട്ടുള്ള മഫിൻസാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടോ, നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. കണ്ടോ, വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടത്. ഒന്ന് പൊട്ടിച്ച് നോക്കാം നമുക്കിത്. ഉണ്ടോ, എത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ഇത് കണ്ടോ, നല്ല ടെക്സ്ചറും നല്ല സോഫ്റ്റുമാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.